പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ പരിസരത്തുള്ള പുഴയ്ക്ക് സമീപമാണ്. ദുരന്തം പെയ്തിറങ്ങിയ സ്ഥലമാണ്. ആഷ്മി, എങ്ങനെയാണ് ഈ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയുക? നിങ്ങൾക്ക് ഇതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചിരുന്നുണ്ട്, അതൊന്ന് കാണുക. അപ്പൊ എങ്ങനെയാണ് ഒരു നാടിനെ ദുരന്തത്തിന് തകർത്ത് എറിയാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ദുരന്ത ഭൂമിയാണ്. ഇപ്പോഴും ഇവിടെ വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും കല്ലും ഒക്കെ കാണാമോ. ദുരന്തത്തിന് ഓർമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ പോലും ഈ പുഴ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ കൃത്യമായ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാവുന്നുണ്ട്. നേരത്തെ നമ്മൾ ഒരു മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ കലങ്ങി മറിഞ്ഞ് ഭീകര രൂപയെ ഒഴുകുന്നതാണ്. അതൊരു അങ്ങനെ ഒരു ദുരന്തവാഹിനി ആയതിന്റെ യാതൊരു മട്ടുഭാവമില്ലാതെ ഇപ്പോൾ ശാന്തമായി നല്ല കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു പുഴയും പോലെ വളരെ സ്വച്ഛന്തമായി ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ പുഴ. അത് പോയ കാലമൊക്കെ മറന്നൊഴുകുന്ന ഒരു പുഴ പോലെ തോന്നുന്നു. ഒരു മാസം ആഷ്മി, ഈ സുർജിത്ത് അയ്യപ്പത്തിന് ഒരുപക്ഷെ ഇതിനെ കുറിച്ച് അല്പം കൂടെ പറയാൻ കാണുമായിരിക്കും. സുർജിത്ത് തലേ ദിവസം കൂടെ വന്നിരുന്നു അല്ലേ ഈ വെള്ളാർമല സ്കൂള്? പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് വെള്ളാർമല സ്കൂൾ. ഈ സ്കൂള് ഒരുപാട് കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീണ സ്കൂളാണിത്. കാരണം മരണം പെയ്തിറങ്ങിയ ഒരു പള്ളിക്കൂടമൊക്കെ ഒരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മായില്ല. സുർജിത്തിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? കൃത്യം ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഈ ഇവരുടെ ആവശ്യം, ഈ സ്കൂൾ അധികൃതരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു മതില് വേണം എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾക്ക് പുഴ കയറുമ്പോൾ കുട്ടികൾക്ക് കാവൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ട്. കുട്ടികൾ പുഴയിൽ പോകുന്നു ഭയന്ന് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ബൈറ്റ് തന്ന ആളാണ് ഈ PTA പ്രസിഡന്റ് നജ്മുദ്ദീൻ. PTA പ്രസിഡന്റാണ് സംസാരിച്ചു. അതെ. അപ്പോ അന്ന് ഈ പുഴ അസാധാരണമായ രീതിയിലുള്ള ഒരു ഒഴുക്ക്, ആ ഒരു ഒഴുക്ക് ഘട്ടത്തിൽ വീണ്ടും വന്നപ്പോ ഒരു വലിയ ഭയാശങ്ക ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ പുഴ കയറുന്നു വിചാരിച്ചതല്ല, പൂർണ്ണമായും തകർന്നു. ഒരു പക്ഷേ ഈ പുഴ തീരത്ത് ഇങ്ങനെ സ്കൂൾ എന്നൊക്കെ വലിയ അഭിമാനവും സന്തോഷമായിരുന്നു അല്ലേ വിജയൻ? അതിനെ കുറിച്ച് അല്ലേ ഈ ഇവിടെ വന്നപ്പോഴേ നമ്മള് രണ്ടാം ദിവസമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ വന്നത്. പ്രിൻസിപ്പൽ, അതെ അതെ, പുള്ളി ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് അവിടെ അങ്ങ് തളർന്നു വീണു. അപ്പൊ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയായിരുന്നു, കുട്ടികളെ ഇവിടെ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത്. വേനൽക്കാലത്ത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പുഴയുടെ തീരത്ത് ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഈ പുഴയുടെ തീരത്തിരുത്തി പഠിപ്പിക്കും. അപ്പൊ ഇവിടെ കിളികൾ അലയ്ക്കും. അപ്പൊ ഏതൊക്കെ കിളികളാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇതാ അങ്ങ് കാണുന്ന അവിടെയാണ് കാണാമല്ലോ, അവിടെ നിന്നാണ് ഒഴുകി വന്നത്. മരണം മലയിറങ്ങി വന്നു. അപ്പൊ അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഈ കുട്ടികള് ഈ മലയെ പറ്റി കഥ എഴുതുക, കവിത ഈ പൊട്ടൽ, രണ്ടാമത്തെ പൊട്ടൽ പൊട്ടിയത് എവിടെയായിരുന്നു? അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അത് ആ ഏറ്റവും ടോപ്പിൽ കാണുമ്പോൾ പുഞ്ചിരിമട്ടം മുണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഏതാണ്ട് എൽ ഷേപ്പിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോരുമായിരുന്നു. അപ്പം ഇവിടെ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഈ പ്രകൃതി സംരക്ഷണത്തിന് വലിയ പങ്ക് വഹിക്കുന്നവരായിരുന്നു. അവർ ഈ നാട്ടുകാർക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പൊ ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ ഇതാണ്, പ്രകൃതി സംരക്ഷണത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത നാട്, ഞങ്ങൾ പഠിപ്പിച്ച നാട്, ഞങ്ങൾക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പൊ നമുക്ക് കണ്ണടച്ചാൽ നമുക്ക് ആ കരച്ചില് പോകില്ല. അത്ര നമുക്ക് വല്ലാതെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ. നാടിനെയൊക്കെ എങ്ങനെയാണ് ഈ നാട്ടുകാർ, ഇവിടുത്തെ ഒരാൾ അമ്പലപ്പുഴ സ്വദേശിയാണ് കണ്ടല്ലോ അദ്ദേഹത്തെ. അതെ, അല്ല ഇതേ PTA പ്രസിഡന്റ് അല്ല, ഇദ്ദേഹമല്ലേ ഈ നാടിനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് വിജയം പറഞ്ഞത്? പുള്ളി ഈ ബാബുക്ക നമ്മള് ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നമ്മൾ എല്ലാ ദിവസവും, ഞാൻ ഇവിടെ വരുന്ന ആ ദിവസമൊക്കെ നമ്മള് ഇത്രയും ചെളിയിൽ ഇങ്ങനെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തായിരുന്നു ബാബുക്ക ഒരു ടീമും. അപ്പൊ ഈ ബാബുക്കയ്ക്ക് ഒരു ചെറിയ ബാബുക്കയുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട്, ഒരു സ്വയം സഹായ സംഘം അല്ലേ ബാബുക്ക? നമ്മളത് ഓഫീസർ നിങ്ങളെല്ലാം റെസ്ക്യൂ ടീം അല്ലേ? ഓക്കെ, സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയത്. മരിച്ചു അല്ലേ? ഒരാൾ മരിച്ചു അല്ലേ ഈ റെസ്ക്യൂവിന് ഇറങ്ങിയിട്ടല്ലേ? ചുരൽമലയിൽ താമസിക്കുന്ന അതിനെ കുറിച്ചൊന്ന് പറയൂ, അങ്ങയുടെ ഒരു പെട്ടെന്ന് ഒരു അല്ല, നമ്മളെ കൂട്ടത്തിലുള്ള രണ്ടാള് അല്ല, ഒരാൾ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ, സ്കൂളിന്റെ അടുത്ത് തന്നെ മരിച്ചു. നസീർ എന്ന് പറഞ്ഞ ആള്, നസീർ മഹേഷ്, കുടുംബവും മൊത്തം പോയി. പിന്നെ നമ്മൾ ഈ കാരുണ്യാറിന് ഇപ്പൊ തുടങ്ങിയതല്ല, ഒരു 18 വർഷം മുമ്പുള്ളതാണ്. പിന്നെ ഇതന്നെയാണ്. അപ്പൊ ഇതില് ഈ ദൗത്യത്തിൽ പങ്കെടുത്തവരാണോ ഇവിടെ നിൽക്കുന്ന കൂടുതൽ ആൾക്കാരും? ഇതിൽ പങ്കെടുത്തു. നിങ്ങൾ എത്ര സമയമായപ്പോ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങി? നമ്മള് 2 മണി. രണ്ടാമത്തെ പൊട്ടൽ എത്ര മണിക്കാ? 1:30 3:45. ആദ്യത്തെ പൊട്ടൽ 12:30. 1:10. നിങ്ങള് സജീവമായി തുടങ്ങിയപ്പോഴാ? നമ്മൾ ആ പൊട്ടിയ സമയത്തിന് വെള്ളം കയറി എന്നുള്ളതല്ല, ഉരുൾപൊട്ടിയത് നമ്മൾ അറിയില്ലായിരുന്നു. രണ്ടാമത്തെ പൊട്ടലായിരുന്നു ഭീകരമായി പോയതല്ലേ? ആദ്യത്തെ പൊട്ടലിൽ ഇവരെല്ലാം പുറത്തിറങ്ങി. ആ ചൂരൽമലയിലുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്തിയത് ഇവരാണ്. ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾ. ടൗണിന്റെ താഴെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ ടീം എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങള്, ഇവിടെ മൊത്തം ജനങ്ങള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വരുന്ന സമയത്ത് പുഴ കടൽ തിരമാല അടിക്കുമ്പോൾ ഇങ്ങനെ ചെളി അടിച്ചോണ്ടിരിക്കുന്ന ടൗണില് നമുക്ക് കണ്ട് കിടക്കാൻ പറ്റും. അപ്പൊ നമ്മളെ JCB ബാബു
ബാബു ഈ ബാബുവാണ് അവിടെ പിന്നെ JCB യിലെ ബാബു ചേട്ടൻ എവിടെ? ജെസി ബാബു ചേട്ടൻ ഇല്ല. ബാബുവാണ് നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള വഴി ബാബു ചേട്ടാ, ഒരുക്കിയത്. ബാബു ചേട്ടാ. ഇവിടെ ആദ്യം വന്ന JCB യുടെ ബാബു ചേട്ടൻ അല്ലേ? ബാബു ചേട്ടൻ ഒന്ന് സംസാരിച്ചു. ആദ്യം വന്നപ്പോഴത്തേക്ക് മൊത്തം കല്ലും മണ്ണും അല്ലേ? അല്ല ടൗൺ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും നടന്നു വരാൻ പോലും പറ്റൂല അപ്പൊ നമ്മൾ തള്ളി വഴിയാക്കി ഇങ്ങോട്ട് പോകാന്ന് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത് ഞാനും മുന്നേ ഓടി ഇപ്പം വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഇവനും ഓടി വന്നത്. എനിക്ക് തോന്നുന്നത് ആഷ്മി നമുക്ക് ഈ ആദ്യത്തെ ഈ പ്രദേശം എങ്ങനെ കിടന്നു എന്നുള്ളത് കൂടി നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു അല്ലേ? കാര്യം എന്നാലേ ആൾക്കാർക്ക് ഇപ്പൊ ഈ വിനാശം വിതറിയ ഈ സ്ഥലം മനസ്സിലാവും. ഇത് ഞങ്ങൾ ടൗണിലത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് ഈ സ്കൂളിലേക്ക് കയറിയുമ്പോ ഇവിടെ ഈ സ്കൂളിന്റെ ഇവിടെ ഇവിടെ ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങൾ ആ കൊട്ടാപ്പുറത്ത് കൂടെ വഴി മേലക്കൂടെ കയറിയിട്ട് ആ കാട്ടുകൂടെ മേലെ കയറി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് റോഡുകളുണ്ട്. റോഡിന് അപ്പോൾ ഒരു പ്രശ്നമില്ല, ഫസ്റ്റ് പൊട്ടുന്ന ഒരു പ്രശ്നമില്ല, കുറച്ച് കല്ലും മരങ്ങും ചളികളുള്ളൂ. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇവിടെ നിന്നൊക്കെ ആളുകൾ ടോർച്ച് അടിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കുറെ ആളുകള്. അപ്പൊ നമുക്ക് ചെളിയുണ്ട്, ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ കയറൊന്നും കയ്യിലില്ല, ഞങ്ങൾ മേലെ വരെ പോയി നോക്കിയിട്ട് വരാം. ഇനി പൊട്ടുന്ന ഒരു പ്രതീക്ഷ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മളെ അളിയന്റെ വീടുണ്ട്, എന്റെ ഉമ്മയും ആപ്പിയൊക്കെ അവിടെ തന്നെയായിരുന്നു. ആ വീടിന് പോകുമ്പോൾ അവിടെ വീടില്ല, കമ്പനി പോയി അവിടെ വീടില്ല, വെറും തറ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് വരുമ്പോൾ ഈ മഹേഷിന്റെ ഭാര്യ ഈ പരിക്ക് പറ്റിയിട്ട് മേലെ കിടക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ നിർത്തിക്കണേ, ഒരു ബോധമൊന്നുമില്ല, തലയൊക്കെ പൊളിഞ്ഞിട്ട് കിടക്കുക. അപ്പൊ നമ്മളൊരു കസാലയിൽ ഇരുത്തിയിട്ട് അവരെ എടുത്തിട്ട് മേലെ കയറ്റുമ്പോഴാണ് മൂന്നാമത്തെ ആ പൊട്ട് വരുന്നത്. രണ്ടാമത്തെ പൊട്ട് അത് നമുക്ക് ഇപ്പോഴും അതിന്റെ സൗണ്ട് ചെവിന്നും പോയിട്ടില്ല. ഭയങ്കര ശബ്ദമായിരുന്നല്ലേ? ഭയങ്കര ശബ്ദം. ആ പൊട്ടലില്ലാന്ന് കൂടുതൽ പേര് അതിന് ശേഷമാണ് ഇവിടെ നിന്നുള്ള വീടുകൾ കംപ്ലീറ്റ് പോയത്. അതുവരെ ഞങ്ങൾ അവിടെ വരെ നടന്നു പോയതാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ. അപ്പൊ വൈദ്യുതി ഒന്നും ഇല്ല, എല്ലാം നിലച്ചു അല്ലേ? രണ്ടാമത്തെ പൊട്ടലിന്റെ സമയത്ത് കംപ്ലീറ്റ് അന്ധകാരമാണ് അല്ലേ? ഇനി നമുക്കൊരു ആവശ്യം ഈ പുഴ ഒന്ന് താത്തിരി പഴയ പോലത്തിലേക്ക് കുറച്ച് താത്തിരി തീരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്കൂളിൽ ഇവിടെയുള്ള ആളുകൾക്ക് താമസിക്കണമെങ്കിൽ ഇനി ഇവിടെയുള്ള ഈ സാധനം ഒന്നും കൂടെ താത്തി ഇവിടെ സംരക്ഷണ ഭിത്തി പോലെ ആക്കി തരണം. ഈ പോലെ പുഴ ലെവലാക്കണം. അതുപോലെ നമുക്കൊരു ഹോസ്പിറ്റൽ സംവിധാനം ഇവിടെ അല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സർക്കാരിന്റെ പരിഗണനയിലുണ്ടാകണം. ഹോസ്പിറ്റൽ, വില്ലേജ് ഓഫീസ്, ഇതൊന്നും ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നിലത്തി തരാനുള്ള സംവിധാനം. എന്തായാലും ഈ സ്കൂള് ഒരു വല്ലാത്ത സംഭവം തന്നെയായി അല്ലേ? 10 കിലോമീറ്ററിന്റെ അപ്പുറത്താണ് എത്തിയെങ്കിൽ മാത്രം ബിൽക്കുൽ ബദൽ റോഡ്. ഭയങ്കര ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക്, അങ്ങനെ ഭയങ്കര പ്രയാസം. ഇവിടുന്ന് 13 കിലോമീറ്റർ, അതില് 4 കിലോമീറ്റർ ഇപ്പുറം എത്തണം. അവിടുന്ന് മേപ്പാട് നിങ്ങണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10 കിലോമീറ്റർ കഴിയാതെ ഒരു ബദൽ റോഡ് ഇതിലില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവരെ അകപ്പെടും അതിന്റെ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ കള്ളാടിന്റെ ഇപ്പുറ ഭാഗത്തേക്ക് നമ്മളിപ്പോ 10-12 വാർഡുകളാണ് നമ്മൾ ഇവിടെ ഏകദേശം ദുരിതം അനുഭവിച്ചത്. ഈ കള്ളാടിന്റെ ഇപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ വെച്ചാൽ എല്ലാവരും ഈ ടൂറിസമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കാം. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മളിതിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഓക്കെ ആഷ്മി, നമ്മുടെ ഈ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നമുക്ക് 9 മണിക്ക് ഇത് ആരംഭിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ തന്നെ അവിടെ പറയാൻ പോകുന്നത്. അപ്പൊ സുർജിത്ത്, നമുക്കേ നമ്മുടെ അവിടെ ഓണസദ്യയൊക്കെ ഇന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ വയനാട് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പുനരധിവാസം വേണം, നമ്മൾ അതിജീവനത്തിന്റെ വഴിയിലൂടെയാണ്. അപ്പോ നമുക്ക് ഒരു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലെ ഓണസദ്യ ഒരുങ്ങുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ആൾക്കാർ കൊടുക്കാനായിട്ട്. ആ ഓണസദ്യ ആ കലവറയിൽ നിന്ന് ദീപക് തർമ്മട നമുക്കൊപ്പം ചേരുന്നുണ്ട്.